അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്നത് ഒരു അസ്മാഉൽ ഹുസ്ന എല്ലാവരും ചൊല്ലുന്നവരാണ്, എല്ലാവർക്കും അറിയപ്പെടുന്ന ഇസ്മുകളാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. അതിന് ശക്തമായ ഒരു ദിക്റുണ്ട്. 2 ഇസ്മുകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഇസ്മ ചൊല്ലിക്കാനുള്ള നേട്ടങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. അതിനു മുൻപായിട്ട് ആ ഒരു ഇസ്മ ഏതാണെന്ന് നോക്കാം നമുക്ക്. യാ കവിയും യാ മത്തീൻ എന്ന ഒരു ഇസ്മാണ് ചൊല്ലേണ്ടത്. ഇനി പറയുന്നത് അതിൻ്റെ അർത്ഥമാണ്. പ്രബലനും ശക്തനുമായ അള്ളാഹുവേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നേട്ടം എന്നുള്ളത് നോക്കാം. ഈ ഇസ്മ ഉച്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് മടിയുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ മടി മാറി ഉന്മേഷവനായി മാറും. ആരോഗ്യക്കുറവുണ്ടെങ്കിൽ ആരോഗ്യവനായി മാറും. ജോലിയിൽ അലസത, അങ്ങനെയുള്ള ജോലി എടുക്കാൻ തീരെ ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ ആരോഗ്യവനായി മാറും. അതുപോലെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. ഇനിയൊരു രോഗിയാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ രോഗത്തിൽ നിന്നും ശമനം ഉണ്ടാവുന്നതാണ്. അതുപോലെ ഹൃദയം തെളിഞ്ഞു വരികയും, അതുപോലെ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഡിപ്രഷൻ, ടെൻഷൻ, അങ്ങനെയുള്ള ഭയം എന്നിങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ഈ ഒരു ദിക്ർ ചൊല്ലുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. മനഃശക്തി വർദ്ധിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അതിൽ വല്ല ഭയം ഉണ്ടെങ്കിൽ അത് സക്സസ് ആവുമോ അല്ലെങ്കിൽ ഫെയിലായി പോവുക എന്നുള്ളൊരു ഭയമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. കാരണം അതിലൊരു മനഃശക്തി വർദ്ധിക്കും. അതുപോലെ എത്ര തിന്നാലും തടിക്കാത്ത പ്രകൃതം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്മ വളരെ ഉപകാരമുള്ള ഒരു ഇസ്മാണ്. വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു ഇസ്മ പതിവാക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. കാരണം നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മളുടെ ഭയം, ഉത്കണ്ഠ ഇതൊക്കെ മാറിക്കിട്ടുന്നതാണ്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ ശ്രമിക്കുക. കാരണം തന്നെ നമുക്കൊരു ആത്മാർത്ഥത വേണം. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന് ഇത് ലഭിക്കും, ഇന്നത് നേട്ടം നമുക്ക് ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്തൊരു കാര്യം തന്നെ ആയാലും അങ്ങനെ വേണം. മനസ്സിൽ ഉറച്ച തീരുമാനം വേണം നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ തന്നെ പടച്ച റബ്ബ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ഇൻഷാ അല്ലാഹ് ഈ കാണുന്നവർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുണ്യമാക്കപ്പെട്ട ഈ റമളാൻ മാസത്തിൽ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്താൻ മറക്കരുത്. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മനും ഉപ്പനെയും മറക്കരുത്. കാരണം അവരിന്ന് ഖബറിലാണ്. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ പടച്ച റബ്ബ്. നിങ്ങളുടെ ഓരോ ഉമ്മമാർക്കും ദീർഘായുസ്സ് ഇട്ട് കൊടുക്കാനും വേണ്ടി ഞാൻ ദുആ ചെയ്യാം. മരണപ്പെട്ടു പോയ എല്ലാ ഉമ്മമാർക്കും, എല്ലാവർക്കും, ഉപ്പമാർക്കായാലും സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ ഖബർ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ബൈ.